ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. നമസ്കാരം, അസ്സലാമു അലൈക്കും. കേരള വിഷൻ റമദാൻ ഇസ്ലാമിക് ചോദ്യോത്തര മത്സരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കസ്റ്റമേഴ്സിനോടാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു മത്സരാർത്ഥിയോട് നമ്മൾ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നവർക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അത് നമ്മൾ ലൈവായിട്ട് തന്നെ അവർക്ക് കൊടുക്കും. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി അഥവാ ഇന്ന് നമ്മുടെ നെസ്റ്റോയിൽ എത്തിച്ചേർന്നിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് ഒരു കസ്റ്റമറിനെ നമുക്ക് ക്ഷണിക്കാം. ഹായ്, എവിടുന്നാ? എന്താ പേര്? എൻ്റെ പേര് അബ്ദുൾ റാഷിദ്. അബ്ദുൾ റാഷിദ്. എവിടുന്നാണ്? മലപ്പുറം, മക്കരപ്പറമ്പ്. ഓക്കെ, മക്കരപ്പറമ്പ് എന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഭാര്യ, 3 മക്കളുണ്ട്. ഇക്ക എന്താ ചെയ്യുന്നത്? ഞാനൊരു അധ്യാപകനാണ്. ഏത് സ്കൂളിലാണ്? വടക്കാങ്ങര തങ്ങൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കേൾക്കാനായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. എല്ലാം ആൻസർ ചെയ്യുന്നുള്ള ഒരു ഇതുണ്ടോ, വിശ്വാസം ഉണ്ടോ? ഗിഫ്റ്റ് അടിക്കാൻ പറ്റും? ഓൾമോസ്റ്റ് എല്ലാ ഇതും അറിയാം. ഇങ്ങനത്തെ ഒരു നോളജ് ഉള്ള ആളാണ്. കുറച്ചൊക്കെ. ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻസ് ഉണ്ട്: മൂസ നബി, യൂസുഫ് നബി, യൂനുസ് നബി. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻ കൂടെ: മൂസ നബി, യൂസുഫ് നബി, യൂനുസ് നബി. മൂസ നബി. ഉറപ്പാണോ? ആണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിന് മേലെ പോവാണ്. ഉറപ്പാണ്? മൂസ നബി. മൂസ നബി റോങ് ആൻസർ ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം യൂനുസ് അലൈഹി ഇസ്ലാമാണ്. എന്തായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. റമദാനൊക്കെ ഉഷാറാക്കുക. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ അടുത്ത മത്സരാർത്ഥി, ഇന്നത്തെ അടുത്ത മത്സരാർത്ഥി ആരാണെന്ന് നോക്കാം. വാ. ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് പേര്? വലൈക്കും സലാം. സ്വാലിഹ് യു കെ. സ്വാലിഹ് യു കെ. യു കെ. സ്വാലിഹ് യു കെ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഓക്കെ, എവിടുന്നാ വരുന്നത്? കോട്ടൂര്. കോട്ടൂര്, മലപ്പുറം. ഇന്ദിനൂർ കോട്ടൂർ. എവിടെ? ഇന്ദിനൂർ കോട്ടൂർ. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കണം? 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ്? AKMHS കോട്ടൂർ. എവിടെ? AKMHS കോട്ടൂർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, ഞാൻ, അനിയൻ, 2 താത്താർ. ഇപ്പോൾ ഇവിടെ ആരൊക്കെ എത്തിയിട്ടുള്ളത്? ഉമ്മ, ഉപ്പ, ഞാൻ, അനിയൻ, താത്ത. റമദാൻ ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചോ? അറിയില്ല. നോമ്പിനുള്ളതാണോ? നോമ്പൊക്കെ ഉണ്ടാ? ഉണ്ട്. മുഴുവൻ എടുക്കും നോമ്പൊക്കെ? ഫുൾ എടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങാം. എല്ലാം ആൻസർ ചെയ്യുമല്ലോ അല്ലേ? മദ്രസയിലൊക്കെ പോകുന്നുണ്ടാ? ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകൻ ആരായിരുന്നു? മൂസ നബി, ആദം നബി, മുഹമ്മദ് നബി? ആദം നബി. ആദം നബി അലൈഹി ഇസ്ലാമാണ്. റൈറ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. അതിന് മുന്നേ പാട്ടൊക്കെ പാടോ? എന്തൊക്കെയാണ് ഹോബീസ്? സൈക്ലിങ്, റീഡിങ്. പാട്ടൊന്നും പാടൂല? പാട്ട് പാടുക, അല്ലെങ്കിൽ കഥാപ്രസംഗം, അങ്ങനത്തെ ഒന്നുമില്ല? ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ? അറിയില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത തവണ പാടിത്തരണം കേട്ടോ, അടുത്ത തവണ വരുമ്പോൾ. ഓക്കെ, എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഖുറാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് ആരുടെ കഥയാണ്? ഖുറാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് ആരുടെ കഥയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ലൂ തരാം, ഒരു നബിയാണിത്. മുഹമ്മദ് നബി. ഉറപ്പാണോ? ഉറപ്പാണ്? ഉറപ്പിക്കട്ടെ മുഹമ്മദ് നബിയാണെന്ന്? മുഹമ്മദ് നബി അല്ല,
കറക്റ്റ് ആൻസർ യൂസുഫ് നബിയാണ്. യൂസുഫ് നബിയുടെ കഥയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ആദ്യത്തെ ചോദ്യം ശരിയാക്കി, അടിപൊളി. അപ്പോൾ ഇനിയും നമ്മുടെ കൂടെ ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ, അടുത്ത നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. കേരളാവിഷൻ ഇസ്ലാമിക് ചോദ്യോത്തര മത്സരം ഇവിടെ തുടരുകയാണ്. നമുക്ക് അടുത്ത മത്സരാർത്ഥി ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അസ്വാ റഹ്മാൻ. അസ്വാ റഹ്മാൻ. ഓക്കെ, എവിടുന്നാ വരണേ? ചെനക്കൽ രണ്ടത്താണി. രണ്ടത്താണി ചെനക്കൽ എന്നല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉപ്പ, ഉമ്മ, അനിയത്തി, താത്ത, മേമ, മേമന്റെ മക്കള്, വല്യമ്മ, വല്യപ്പ. ആണല്ലോ. എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ടോ ഇങ്ങോട്ട് വരാൻ? എല്ലാരും ഇല്ല, കുറച്ച് ആൾക്കാരുണ്ട്. റംലാൻ ഷോപ്പിംഗ് ആണോ? ആണ്. നോമ്പൊക്കെ ഇല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8th. 8th-ലാണ്. ഓക്കെ, ഏത് സ്കൂളിലാ? PKM HSS എഡ്രിക്കോട്. പഠിത്തമല്ലാതെ വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? റീഡിങ്, ഡ്രോയിങ്, പിന്നെ അങ്ങനെ ഒരു ഡ്രോയിങ്. അതൊക്കെയാണ്. പാട്ടൊന്നും പാടില്ല? പാട്ട് ചെറുതായിട്ട് പാടും. പാടും. നമുക്കൊരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു അറബിക് സോങ്ങോ മാപ്പിളപ്പാട്ടോ ഏതെങ്കിലും? പറ്റൂലേ? പാട്ടറിയില്ല? ആർക്കും പാട്ടൊന്നും പാടി കൊടുക്കാറില്ല? പാട്ട് അധികം പാടാറില്ല. ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇസ്ലാമിന്റെ ഏത് സ്തംഭത്തിലാണ്, അതായത് ഏത് തൂണിലാണ് ഒരാളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ആവശ്യക്കാർക്ക് നൽകുന്നത്? ഓപ്ഷൻസ്: സലാത്ത്, സക്കാത്ത്, ഹജ്ജ്. ഒന്നുകൂടി. ഇസ്ലാമിന്റെ ഏത് സ്തംഭത്തിലാണ്, സ്തംഭം മീൻസ് തൂൺ, ഓക്കെ, ഏത് സ്തംഭത്തിലാണ് ഒരാളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ആവശ്യക്കാർക്ക് നൽകുന്നത്? ഒരു ഭാഗം ആവശ്യക്കാർക്ക് നൽകുന്നത്. സലാത്ത്, സക്കാത്ത്, ഹജ്ജ്. സക്കാത്ത്. ഉറപ്പാണ്? ഉറപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. സമഗ്ര ഇസ്ലാമിക നിയമം, അതായത് കോംപ്രഹെൻസീവ് ഇസ്ലാമിക് ലോ എന്നതിന്റെ അറബി പദം ഏതാണ്? സമഗ്ര ഇസ്ലാമിക നിയമം എന്നതിന്റെ അറബി പദം എന്താണ്? ആ ഒരു അറബിക് വേർഡ്, സമഗ്ര ഇസ്ലാമിക നിയമം. അറിയില്ല. ഓക്കെ, ശരിയ എന്നാണ് ആൻസർ. കുഴപ്പമില്ല, എന്തായാലും ഇനിയും ട്രൈ ചെയ്യാം. മോൾക്ക് ഇതുപോലെ ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, സമ്മാനം നേടാനൊക്കെ പറ്റട്ടെ. ഓക്കെ, എന്തായാലും നല്ലൊരു നോമ്പും റംസാൻ മാസം ആവട്ടെ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. കേരളാവിഷൻ ഇസ്ലാമിക് ചോദ്യോത്തര മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി, അതായത് നമ്മുടെ നെസ്റ്റോയിൽ എത്തിച്ചേർന്നിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നും അടുത്ത കസ്റ്റമർ ആരാണെന്ന് നോക്കാം. ബാ. മിഥിലാജ്. 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 ഓക്കെ, മിഥിലാജ് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 7ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ്? AM UP സ്കൂളിൽ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മണ്ട്, ഉപ്പണ്ട്, താത്തി. ഉമ്മ, ഉപ്പ, താത്ത എല്ലാവരും എത്തിയിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ഇല്ല. താത്തയില്ല. ഓക്കെ, മോനെന്ത് ഭയങ്കര ക്യൂട്ടാണല്ലോ മോനെ കാണാൻ. പിന്നെ എന്തിനാ ഇങ്ങനെ നാണിച്ച് നിൽക്കണത്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങോട്ട് നിൽക്ക്. പാട്ടൊക്കെ പാടുവോ? ഒരു പാട്ട് പാടിത്തരാം ഞങ്ങൾക്ക്. പാട്ടറിയില്ല. പാട്ടറിയില്ലേ? സ്കൂളിൽ പാട്ടൊന്നും പഠിച്ചിട്ടില്ല? ഒരു പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരി. ഓർമ്മയില്ലേ? വീട്ടിലാർക്കും പാട്ടൊന്നും പാടി കൊടുക്കൂല? ഡാൻസ് ചെയ്യാ? പിന്നെ ഫുട്ബോളോ ക്രിക്കറ്റോ അതൊക്കെ കളിക്കൂലേ? പാട്ടറിയില്ല. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റെഡി അല്ലേ? ഓക്കെ, അങ്ങോട്ട് നോക്കണേ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇസ്ലാമിന്റെ ഏത് സ്തംഭത്തിലാണ്, അതായത് ഏത് തൂണിലാണ് ഒരാളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ആവശ്യക്കാർക്ക് നൽകുന്നത്? ഓപ്ഷൻസ്: സ്വലാത്ത്, സക്കാത്ത്, ഹജ്ജ്. സക്കാത്ത്. ഉറപ്പാണ്? അതൊക്കെ നമുക്ക് അറിയാം അല്ലേ? സക്കാത്ത് റൈറ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ അധികം സംസാരിക്കണമൊന്നുമില്ലല്ലോ? എനിക്കാണെങ്കിൽ മോനോട് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം. മുഖം കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത ചോദ്യം ചോദിക്കാം. സമഗ്ര ഇസ്ലാമിക നിയമം എന്നതിന്റെ അറബി പദം എന്താണ്?
പോരട്ടെ, അങ്ങോട്ട് നോക്ക്. സമഗ്ര ഇസ്ലാമിക നിയമം എന്നതിന്റെ അറബി പദം എന്താണ്? കൂളായിട്ട് പറഞ്ഞോ, ടെൻഷനൊന്നും വേണ്ട, ഇവരെല്ലാവരും പറയാനുള്ളതാ. പിന്നെയാണ് സമഗ്ര ഇസ്ലാമിക നിയമം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോംപ്രഹെൻസീവ് ഇസ്ലാമിക് ലോ എന്നതിന്റെ അറബി പദം എന്താണ്? ആ ഒരു അറബി വേർഡ് എന്താ, അറിയോ? ഇല്ല. അറിയില്ല. ഞാൻ പറയട്ടെ, ഷാരിയ എന്നാണ് ആൻസർ. കുഴപ്പമില്ല, എന്തായാലും വീണ്ടും ട്രൈ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടട്ടെ. നല്ലോണം സംസാരിക്കുക കേട്ടോ, നാണൊന്നും പാടില്ല. ഓക്കെ, ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 7. അപ്പൊ ഇനി അടുത്ത 8ാം ക്ലാസ്സിൽക്കാണ്. പക്ഷെ കുഞ്ഞു കുട്ടിയെ നോക്കുമ്പോ കാണുമ്പോ അപ്പൊ എന്തായാലും അവസരം കിട്ടിയതിൽ സന്തോഷല്ലേ? ഇനിയും കിട്ടട്ടെ അല്ലേ? ഓക്കെ, നോമ്പൊക്കെ ഉണ്ടോ? നോമ്പുണ്ട്. അപ്പൊ നല്ലൊരു റംസാൻ മാസം ആവട്ടെ, ഒരുപാട് പ്രാർത്ഥിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കേരളാഷൻ ഇസ്ലാമിക് ചോദ്യോത്തര മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി ആരാണെന്ന് നോക്കാം. അടുത്തതായിട്ട് വീണ്ടും നമ്മളോടൊപ്പം ഒരു കുട്ടി മത്സരാർത്ഥിയാണ് ജോയിൻ ചെയ്യുന്നത്. സോ വാ, ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കണേ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ പേര്? മൻഹ. മൻഹ. ഓക്കെ, എവിടെന്നാ വീട്? ചിനക്കൽ. ചെനക്കൽ. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? എല്ലാവരും കൂടി വന്നാണോ ഫാമിലി ആയിട്ട്? കുറേ നേരമായോ വന്നിട്ട്? നോമ്പൊക്കെ ഉണ്ടോ? ഉണ്ട്. എത്രാമത്തെ നോമ്പാ? 3ാമത്തെ നോമ്പാണ്. ഗ്രേറ്റ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 2. 2ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? PMS ചെങ്കുവെട്ടി. PMSA അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് മൻഹയുടെ? ഉമ്മ, ഉപ്പ, പിന്നെ കാക്ക, പിന്നെ ഉമ്മാൻ്റെ അനിയത്തി, താത്ത, പിന്നെ കുട്ടികൾ. ഉപ്പ എന്താ ചെയ്യുന്നേ? ഉപ്പ സൗദിയിലാണ്. നാട്ടിലില്ല അപ്പോ? ഓക്കെ, എന്താ കാക്കയുടെ പേരെന്താ? മിൻഹൽ ലബീബ്. അനിയത്തി ഉണ്ടോ? ഓക്കെ. അപ്പോൾ എന്തായാലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. റെഡി അല്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകൻ ആരായിരുന്നു? മൂസ നബി അലൈഹി ഇസ്ലാം, ആദം നബി അലൈഹി ഇസ്ലാം, മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം? ആദം നബി അലൈഹി ഇസ്ലാം ആണ്. ഉറപ്പാണ്? എന്തെത്ര ഉറപ്പിക്കാൻ കാര്യം? മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗുഡ് ഗേൾ. എന്തായാലും ആദം നബി അലൈഹി ഇസ്ലാം ശരിയായിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശരിയാക്കി. സന്തോഷമൊന്നുമില്ലേ? ഉണ്ടാ? ഒന്ന് നല്ലൊന്ന് ചിരിച്ചേ. ക്യാമറ നോക്കിയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുമോ? നല്ല ചിരിയാണ്, എപ്പോഴും ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദൈവം എന്നതിൻ്റെ അറബി പദം എന്താണ്? അല്ലാഹു. ഉറപ്പാണ്? റൈറ്റ് ആൻസർ ആണ്. 2ാമത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ഒന്നുമില്ലേ? താങ്ക് യു. വെൽക്കം. താങ്ക് യു എന്ന് പറയണമെന്ന് കേട്ടാ. അപ്പോൾ എന്താ തോന്നുന്നത് 2 ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പം? എൻ്റെ അടുത്തിട്ട് സന്തോഷമുണ്ട്. ഇന്ന് ഒരു പാട്ട് പാടിക്കാം സന്തോഷത്തിന്. ഒരു പാട്ട്, ഒരു 2 വരി ഉമ്മാക്ക് എല്ലാവർക്കും പാടിക്കൊടുക്കുന്ന ഒരു പാട്ട് പാടൂലേ? ഡാൻസ് ആണോ ചെയ്യാ? അറിയില്ല. സ്കൂളിൽ ഏതൊക്കെ പ്രോഗ്രാംസിലാണ് പങ്കെടുക്കാറുള്ള സാധാരണ? ഒപ്പന, കോൽക്കളി. അപ്പോൾ ഡാൻസിൻ്റെ ആളാണ്. ഡാൻസ് പഠിക്കുന്നുണ്ടാ? ഇല്ല. ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ആരാ സ്കൂളിലെ? ഹനാമറിയത്തിന് അത്ര ഇഷ്ടമാവാൻ കാര്യം എന്താ? ഹനാമറിയത്തിന് ഇഷ്ടല്ലേ? എന്തുകൊണ്ട് എത്ര ഇഷ്ടം? അത് എൻ്റെ LKG മുതൽ ഓളിൻ്റെ അപ്പം തന്നെ പഠിച്ചത്. LKG മുതൽ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല? ഹനാമറിയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഹനാമറി ഇത് കാണുന്നുണ്ടാവും? ഉണ്ടാവൂലേ? അവന്നാ നമുക്ക് 3rd ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആൻ. ഉറപ്പാണോ? ഖുർആൻ ഉറപ്പാണ്. എന്തൊരു കൺഫ്യൂഷൻ വന്നല്ലോ. ഉറപ്പാണെങ്കിൽ ഞാൻ ഉറപ്പിക്കാം. ഉറപ്പാണ്. എന്തെത്ര ഉറപ്പാൻ കാര്യം? എവിടുന്ന കേട്ടിട്ടുള്ളേ?
ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ വായിച്ചിട്ടുള്ള അതാണെന്ന് ആരാ പറഞ്ഞെന്ന്? അറിയില്ല, എനിക്ക് തോന്നുന്നത് പറഞ്ഞു. തോന്നുന്നതാണ്, സംശയമുണ്ട് സ്റ്റിൽ. പക്ഷെ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ദ കറക്റ്റ് ആൻസർ. പറഞ്ഞിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ്, 3 ചോദ്യം ശരിയാക്കി. എന്തോ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു സന്തോഷമൊന്നും ഇല്ലാത്ത മുഖത്ത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എന്തായാലും ഹന മറിയല്ലേ? ഹന മറിയം, സോറി, മോളുടെ പേരെന്താ? മൻഹ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൻഹയ്ക്ക് 3 ചോദ്യത്തിനും ശരിയായിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. നല്ല മിടുക്കി കുട്ടിയാണ്. അപ്പോൾ എന്തായാലും മൻഹയ്ക്ക് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വക ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയി ചെനക്കിൽ നിന്നും വന്നിട്ടുള്ള മിടുക്കി കുട്ടിയായിട്ടുള്ള മൻഹയാണ്. അപ്പോൾ മൻഹയ്ക്ക് 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞതുകൊണ്ട് നമ്മുടെ നെസ്റ്റോൻ്റെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് കൈമാറുന്നതിനായിട്ട് നെസ്റ്റോൻ്റെ സൂപ്പർവൈസർ ആയിട്ടുള്ള നിസാർ കെ നമുക്ക് ക്ഷണിക്കാം. കൈയടിച്ചോളി. കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി ആയോ? അങ്ങനെ പോവല്ലേ, ഞാൻ ചോദിക്കട്ടെ, എന്താണ് പറയാനുള്ള? ഗിഫ്റ്റൊക്കെ കിട്ടിയല്ലോ. എൻ്റെ ഫാമിലിയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത്, വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. വേറെന്താ പറയല്ലേ? ഗിഫ്റ്റിൽ എന്താവും എന്നുള്ള ഒരു ഇതുണ്ടോ? എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? എന്താവും എന്നുള്ളൊരു ആകാംക്ഷ? വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ചു നോക്കിട്ടാ. ഓക്കെ, അപ്പോൾ ഹാപ്പി അല്ലേ? ഇനിയും ഒരുപാട് ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, ഒരുപാട് അറിവുകൾ കിട്ടട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ കേരള വിഷൻ റമദാൻ ഇസ്ലാമിക് ക്വിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ വിജയി ചെനക്കിൽ നിന്നും വന്നിട്ടുള്ള മൻഹയായിരുന്നു. നല്ല മിടുക്കി കുട്ടിയായിരുന്നു. 3 ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ആൾ ഗിഫ്റ്റൊക്കെ അടിച്ച് സന്തോഷത്തോടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.